ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. നിരുപാധികം കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ശക്തമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനൈ. അമേരിക്ക നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ ഖമനൈ പറഞ്ഞു. അടിച്ചേൽപ്പിക്കുന്ന സമാധാനമോ യുദ്ധമോ ഇറാൻ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞതായി ഇറാന്റെ വാർത്താ ഏജൻസിയായ തസ്നിം റിപ്പോർട്ട് ചെയ്തു. അതിനിടെ പടിഞ്ഞാറൻ ഇറാനിലെ 40 കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ടെഹ്റാൻ അടുത്തുള്ള മിസൈൽ നിർമ്മാണ കേന്ദ്രത്തെയും റവല്യൂഷണറി ഗാർഡുമായി ബന്ധപ്പെട്ട സർവകലാശാലയെയും ലക്ഷ്യമിട്ട് നേരത്തെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. അതേസമയം ഇറാനിൽ നിന്നും ഒരു സന്ദേശം ഖത്തർ അമീറിന് ലഭിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ആണവ കരാർ കൈവരിക്കുന്നതിനും വെടിനിർത്തലിനുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കാനും ഇസ്രായേലിനെ സമ്മർദ്ദം ചെലുത്താനായി യുഎസുമായി ഇടപെടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ യുഎസ് നേരിട്ട് ഇടപെടാൻ ഒരുങ്ങുന്നതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. F-16, F-22, F-35 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിക്കാൻ യുഎസ് പദ്ധതിയിടുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. 400ഓളം ബാലിസ്റ്റിക് മിസൈലുകളും 100ഓളം ഡ്രോണുകളും ഇറാൻ സംഘർഷം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി തൊടുത്തതായി IDF അറിയിച്ചു.